ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി സദ്യ സ്പെഷ്യൽ പച്ചടി റെസിപ്പിയുമായിട്ടാണ്. പാവയ്ക്ക കൊണ്ടാട്ടം പച്ചടി. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 പാവയ്ക്ക ചെറുതായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിലാണ് പാവയ്ക്ക ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വറുത്തെടുക്കാനുള്ള എളുപ്പത്തിലാണ് ഇതിങ്ങനെ കട്ടി കുറച്ച് അരിയണമെന്ന് പറഞ്ഞത്. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ്, ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കയ്പ്പുള്ള പാവയ്ക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ കയ്പ്പ് മാറാൻ വേണ്ടിയിട്ടാണ് മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ വിനാഗിരി ഉണ്ടെങ്കിൽ അതും ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഒരു 1/2 ബൗൾ അളവിൽ നമ്മൾ ചിരവിയ തേങ്ങ എടുക്കുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ അളവിൽ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് വെള്ളമോ അല്ലെങ്കിൽ തൈരോ ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ അരിച്ചെടുക്കണം. ഒട്ടും തരികളില്ലാതെ വേണം അരച്ചെടുക്കാൻ. ഇതുപോലെ ഒന്ന് നന്നായിട്ട് അരച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മൊത്തത്തിലുള്ള കടുക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഒത്തിരി അങ്ങ് അരിഞ്ഞു പോകരുത്. ഒത്തിരി അരിഞ്ഞു പോകണേ കയ്പ്പ് രസം ഉണ്ടാകും. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ആ കടുകെല്ലാം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു ചീനച്ചട്ടി ഗ്യാസ് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചിരുന്ന പാവയ്ക്ക ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിലെ വെള്ളമെല്ലാം പോയതിന് ശേഷം ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നല്ലതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു കൊണ്ടാട്ടത്തിൻ്റെയൊക്കെ ഒരു ലെവലിലോട്ട് വരണം. ആ ഒരു ലെവലിൽ വേണം നമ്മൾ വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വേണേ. നമ്മുടെ പാവയ്ക്കയെല്ലാം ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. നമ്മുടെ പാവയ്ക്കയെല്ലാം ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാവയ്ക്കായ്ക്ക് ഒട്ടും കയ്പില്ലായിരുന്നു കേട്ടോ. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടാകുമ്പോൾ തന്നെ നമുക്ക് പാവയ്ക്കയെല്ലാം എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ, അത് ഈ ചീനച്ചട്ടിയിലോട്ട് എണ്ണ വേണ്ട കേട്ടോ, അല്ലാതെ നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല ജീരകവും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പച്ചമണം ഉണ്ടാവും. അത് മാറി നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം മറ്റൊരു ബൗളിലോട്ടാക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് ഒരു 1/2 ലിറ്റർ തൈര് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി ഇട്ട് കുത്തി ഉടച്ചെടുക്കരുത്. പറ്റിയതായിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള പാവയ്ക്ക കേട്ടോ, നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാമേ. നമ്മുടെ പാവയ്ക്കയെല്ലാം ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു അടിപൊളി പച്ചടി റെസിപ്പിയാണ്. ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് വറക്കാൻ വേണ്ടിയിട്ട് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വേറെ ചുവന്നുള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന കടുക് കൂടി ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സദ്യ സ്പെഷ്യൽ കൊണ്ടാട്ടം പാവയ്ക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. താങ്ക്